ഈ ഒരു സീസണിൽ ബാഴ്സ ആയിരിക്കുമോ മികച്ചത് അല്ലെങ്കിൽ റിയൽ മാഡ്രിഡ് ആയിരിക്കുമോ? കാരണം ലാലിഗയിൽ 4 മത്സരങ്ങൾ അവസാനിച്ചു. 4 മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാഴ്സ ആണെങ്കിലും റിയൽ മാഡ്രിഡ് ആണെങ്കിലും യുഎഫഎ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പോയത്. ബാഴ്സന്റെ ഈ കഴിഞ്ഞ 4 മത്സരത്തിന്റെയും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിന്റെ ഈ കഴിഞ്ഞ 4 മത്സരത്തിന്റെയും ലാലിഗയിലെ 4 മത്സരങ്ങളിലൂടെയും സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരായിരിക്കും മികച്ചതാകാൻ പോകുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്ക് പറയേണ്ട ഒരു കാര്യം, റിയൽ മാഡ്രിഡിന്റെ ഫാൻസിനെ സംബന്ധിച്ച് ബാഴ്സയെ തോൽപ്പിക്കുന്നത് ഭയങ്കര മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനി തോറ്റു കഴിഞ്ഞാൽ ട്രോളുകൾ കൂടും. കാരണം റിയൽ മാഡ്രിഡ് വിഎസ് ബാഴ്സലോണ 2025 മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാഴ്സ ആണെങ്കിൽ തോറ്റു കൊടുത്തിട്ടില്ല, റിയൽ മാഡ്രിഡ് ആണെങ്കിൽ തോൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ 2024 റിയൽ മാഡ്രിഡ് വിഎസ് ബാഴ്സന്റെ ലാസ്റ്റ് മത്സരം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലും ബാഴ്സയാണ് ജയിച്ചത്, അതിലും ബാഴ്സയാണ് ജയിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രീവിയസ് 4 മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിലും ബാഴ്സയാണ് ജയിച്ചിട്ടുള്ളത്. സോ റിയൽ മാഡ്രിഡിന്റെ ഫാൻസിന് ഒരു വിന്ന് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീസൺ 4 മത്സരം സ്പാനിഷ് ലാലിഗയിൽ കളിച്ചില്ലേ, അതിനുശേഷം ബാഴ്സന്റെയും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിന്റെയും സ്റ്റാറ്റ്സ് ഒന്ന് നോക്കാം. 4 മത്സരം കഴിഞ്ഞപ്പോൾ റിയൽ മാഡ്രിഡിന്റെയും ബാഴ്സന്റെയും സ്റ്റാറ്റ്സ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ റിയലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.14, ബാഴ്സ ആണെങ്കിൽ 7.12, ഏകദേശം സെയിം റേറ്റിംഗ് ആണ് അല്ലെ. 4 മാച്ചസ് കളിക്കുന്നു. ബാഴ്സന്റെ ഭാഗത്ത് 13 ഗോളുകൾ ബാഴ്സ സ്കോർ ചെയ്തു അല്ലെ, 8 ഗോളുകൾ മാത്രമാണ് റിയൽ മാഡ്രിഡ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഗോളാണ് ബാഴ്സ കൺസീഡ് ചെയ്തിട്ട് റിയൽ മാഡ്രിഡ് 2 ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അറ്റാക്കിങ്ങിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗോൾ പെർ ഗെയിംസ് നോക്കുകയാണെങ്കിൽ ബാഴ്സയാണ് മികച്ചത് 3.3. ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ പെർ ഗെയിം നോക്കുകയാണെങ്കിൽ ബാഴ്സ തന്നെയാണ് മികച്ചത് 7.8. ബിഗ് ചാൻസസ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ ബാഴ്സ തന്നെയാണ് മികച്ചത് 3.5. ബിഗ് ചാൻസസ് മിസ്ഡ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളി റിയൽ മാഡ്രിഡ് ആണ്. കുറച്ച് ചാൻസുകൾ മാത്രം റിയൽ മാഡ്രിഡ് മിസ്സാക്കിയിട്ടുള്ളൂ. ഇനി പാസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കാൻ പറ്റിയത് ബാഴ്സലോണയ്ക്കാണ്. അക്യൂറേറ്റ് ആയിട്ടുള്ള പാസുകൾ നൽകിയത് ഏറ്റവും കൂടുതൽ ബാഴ്സലോണയാണ്. അക്യൂറേറ്റ് ആയിട്ടുള്ള ലോങ് ബോൾ നൽകിയത് ഏറ്റവും കൂടുതൽ റിയൽ മാഡ്രിഡ് ആണ് അല്ലെ. ഇനി ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്ലീൻ ഷീറ്റ് ഏകദേശം സെയിം ആണ്. ഗോൾ കൺസീഡ് പെർ ഗെയിമിൽ നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡ് ആണ് മികച്ചത്. ഇന്റർസെപ്ഷൻസ് ഗെയിം നോക്കുകയാണെങ്കിൽ റിയൽ മാഡ്രിഡ് തന്നെയാണ് മികച്ചത്. ടാക്ലിംഗ്സ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ അതിൽ ഈക്വലാണ്. ക്ലിയറൻസ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ അതിലും മികച്ചത് റിയൽ മാഡ്രിഡ് തന്നെയാണ്. അതുപോലെ തന്നെ സേവ്സ് പെർ ഗെയിമിൽ നോക്കുകയാണെങ്കിൽ അതിൽ മികച്ചത് ബാഴ്സയാണ്. അപ്പൊ ഡിഫൻസും അറ്റാക്കിംഗും ഒക്കെ നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ്ങിൽ മികച്ചത് ബാഴ്സലോണ എന്ന് പറയാം, ഡിഫൻസിൽ മികച്ചത് ആരാണ്? റിയൽ മാഡ്രിഡ് എന്ന് പറയാം. ഇപ്പൊ ഈ 4 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഈ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 2 ടീമും ഈ സീസണിൽ കട്ടയാണ്. റിയലും ബാഴ്സയും ഏറ്റുമുട്ടുന്ന സമയത്ത് ആര് ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. മേ ബി റിയൽ മാഡ്രിഡ് ജയിക്കാം, അതില്ലെങ്കിൽ ബാഴ്സലോണ വീണ്ടും ചരിത്രം ആവർത്തിക്കാം. റിയൽ മാഡ്രിഡിന്റെ ഫാൻസിനെ സംബന്ധിച്ച് ഒരു വിന്ന് മസ്റ്റാണ്. സാബി അലോൻസോ വന്നതിന് ശേഷമുള്ള ബാഴ്സലോണ വേഴ്സസ് റിയൽ മാഡ്രിഡ് ആദ്യ മത്സരം എന്തായിരിക്കും, ജയിക്കാൻ പറ്റും? ചെൽസി വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരങ്ങൾ കണ്ടതാണ്, ഫ്ലോപ്പ് മത്സരമായിരുന്നു. ബാഴ്സക്കെതിരെ റിയൽ മാഡ്രിഡിന് ജയിക്കാൻ പറ്റും? സാധ്യതകളുണ്ട്. ഇതുവരെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ 2 ടീമും കട്ടയാണ് എൻ്റെ ഒപ്പീനിയനിൽ. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറസ്.